നമസ്കാരം. ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സിപിഐയും സിപിഎമ്മും ഒന്നാകണമെന്ന് ബിനോയ് വിശ്വം. സിപിഐ എപ്പോഴും എതിർത്ത് നിൽക്കണമെന്ന് പറയുന്നത് ശരിയല്ല. ക്രൈസ്തവർ ബിജെപിയുടെ ചതിക്കണിയിൽ വീടില്ല. സിപിഐ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ന്യൂസ് 18നോട്. പുതുവർഷത്തെ വരവേൽക്കാൻ നാടും നഗരവും. പുതിയ പ്രതീക്ഷയോടെ ലോകം. സംസ്ഥാനത്ത് എല്ലായിടത്തും കനത്ത സുരക്ഷ. വിപുലമായ ആഘോഷ പരിപാടികൾക്ക് തുടക്കം. അടുത്ത 4 ദിവസം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. കെ സുധാകരൻ ഇന്ന് ന്യൂയോർക്കിലേക്ക്. യാത്ര ചികിത്സയ്ക്കായി. KPCC അധ്യക്ഷന്റെ ചുമതല മറ്റാർക്കും കൈമാറിയിട്ടില്ല. കേരള പര്യടന പരിപാടി ഏകോപിപ്പിക്കാൻ 4-അംഗ സമിതി. വിശദമായി നോക്കാം. സിപിഐയും സിപിഎമ്മും തത്വാധിഷ്ഠിതമായ ആശയഗതിയുടെ അടിസ്ഥാനത്തിൽ ഒന്നാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് CPI സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബിനോയ് വിശ്വം. മുന്നണിയിൽ എതിരഭിപ്രായമുണ്ടെങ്കിലും അത് ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോമിൽ പറയും. CPI എപ്പോഴും എതിർത്ത് നിൽക്കണമെന്ന് പറയുന്നത് ശരിയല്ല. മുസ്ലിം ലീഗ് LDFിലേക്ക് വരുന്നുവെന്ന ആവേശത്തോടെ പ്രചരിപ്പിക്കുന്നത് ലീഗിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനായി ഉതകൂ എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കേരളത്തിലെ ക്രൈസ്തവർ ബിജെപിയുടെ ചതിക്കണിയിൽ വീടില്ല. പ്രയോഗിച്ചു പരാജയപ്പെട്ട ആശയഗതിയാണ് മാവോയിസം എന്നും ബിനോയ് വിശ്വം. എന്നാൽ അവരെ വെടിവെച്ച് കൊല്ലുന്നതിനോട് യോജിപ്പില്ല എന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ന്യൂസ് 18 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ബിനോയ് വിശ്വത്തിന്റെ തുറന്നു പറച്ചിലുകൾ. സൗമ്യതയുടെ ആൾരൂപം, എന്നാൽ നിലപാടുകളിൽ വ്യക്തതയും കണിശതയും. ശ്രീ ബിനോയ് വിശ്വം CPIയുടെ പുതിയ അമരക്കാരനായി എത്തിയിരിക്കുന്നു. ഏറ്റവും ആദ്യത്തെ ഉദ്യമം വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ്. പാർട്ടിയെയും മുന്നണിയെയും നയിക്കുക, വലിയ വിജയത്തിലേക്ക് എത്തിക്കുക. എന്തൊക്കെയാണ് മനസ്സിലുള്ളത്? ഇത് ഒരു വലിയ സമരമാണിത്. ഈ സമരത്തിൽ CPIയുടെ ലക്ഷ്യം കേരളത്തിലെ എല്ലാ സീറ്റുകളിലും ജയിക്കലാണ്. CPIയുടെ മാത്രമല്ല, LDF ജയിക്കണം എല്ലാ സീറ്റുകളിലും. LDF ജയിച്ചാലേ ഇന്ത്യ സഖ്യം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ആത്യന്തികമായി RSS BJP വരവ് തടയുക എന്നുള്ളതാണ്. വീണ്ടും വരാൻ പാടില്ല. മോദിയുടെ ഗവൺമെൻറ് വീണ്ടും വരാൻ പാടില്ല. വീണ്ടും RSS നയിക്കുന്ന ഒരു ഗവൺമെൻറ് വന്നാൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ എല്ലാ നൈതികതയും നഷ്ടപ്പെടും. മതേതരത്വം മരിക്കും, ജനാധിപത്യം മരിക്കും, ഈ നാടിൻ്റെ ഭരണഘടനാ പ്രമാണങ്ങളെല്ലാം കുഴിച്ചു മൂടപ്പെടും. അതൊരു വൻ വിപത്താണ്. ആ വിപത്ത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ ഞങ്ങൾക്ക് ബോധ്യമാണ് ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷമുണ്ടാകണം. ആ ഭൂരിപക്ഷം ഉറപ്പാക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് 20 സീറ്റുകളിൽ LDF ജയിക്കണം. ഒന്നാം UPA സർക്കാരിൻ്റെ ചരിത്രം നമുക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ മതം, അതിൻ്റെ ഒരു അതിപ്രസരം, അത് തുറുപ്പ് ചീട്ടാക്കി BJP മുന്നോട്ട് പോകുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവർ അതുകൊണ്ടുണ്ടാക്കാൻ ശ്രമിക്കുന്ന മേൽക്കൈ, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം ചേർക്കാനുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഇതെല്ലാം അങ്ങ് മുൻകൂട്ടി കാണുന്നുണ്ട്. BJP ഏത് തരത്തിലുള്ളൊരു നീക്കമാണ് നടത്തുന്നതെന്നത് ആർക്കത് കാണാതിരിക്കാൻ പറ്റും? എല്ലാവരും കാണുന്നുണ്ട്. BJPക്ക് ഏത് വിധേനയും വീണ്ടും ഭരിക്കണം ലക്ഷ്യം, അത് മാത്രമേ ഉള്ളൂ. ഏത് വിധേനയും. മോഡി അടുത്ത കാലത്തായിട്ട് നിരന്തരം പറയുന്നു 3-ാം ഊഴത്തെപ്പറ്റി. ആ 3-ാം ഊഴത്തിൽ ഇന്ത്യ ലോകത്തിലെ 1-ാം ശക്തിയാകുന്നു പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു പ്രചാരവേലയുടെ അന്തരീക്ഷം ഉണ്ടാക്കിയാണ്. BJP എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ മുഖമാണത്. ഫാസിസ്റ്റ് ജർമ്മനിയുടെ ഹിറ്റ്ലറേറ്റ് പാഠങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഉണ്ടായ ആ പാർട്ടിക്കും ആ സംഘടനയ്ക്കും ഇതെല്ലാം അറിയാം. ഈ പ്രചാരവേലയും ഈ തന്ത്രവും എല്ലാം കാണുമ്പോൾ വേഗം മനസ്സിലാകും. അത്ഭുതകരമായ സാദൃശ്യമുണ്ട്. നിങ്ങളൊരു ഭാഗത്ത് ഹിറ്റ്ലറുടെ മീൻ കാഫ് എടുത്ത് വയ്ക്കുക, ഈ ഭാഗത്ത് ഗോൾവക്കറുടെ ബഞ്ച് ഓഫ് തോട്ട്സ് വയ്ക്കുക. അവ തമ്മിൽ ഉള്ള സാദൃശ്യം നമ്മളെ അത്ഭുതപ്പെടുത്തും. മീൻ കാഫിൽ ഹിറ്റ്ലർ പറഞ്ഞു ജർമ്മനിക്ക് ശത്രുക്കൾ 3 കൂട്ടരുണ്ടെന്ന് പറഞ്ഞു.
ഒന്ന് ജൂതന്മാർ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ. അത് വായിച്ചിട്ട് ഈ ഭാഗത്തേക്ക് വായിക്കുക, ബഞ്ച് ഓഫ് തോട്ട്സ് വായിക്കുക. ഗോവക്കർ പറയുന്നു ഇന്ത്യക്ക് ആഭ്യന്തര വെല്ലുവിളികൾ 3 എണ്ണമുണ്ട്: മുസ്ലിമുകൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ. ഇത്ര സാദൃശ്യമുണ്ട് അവ തമ്മിൽ. അങ്ങനെയുള്ളൊരു വിപത്താണ് വരാൻ പോകുന്നത്. അതിനെ ചെറുക്കാൻ എല്ലാവരും ചേരേണ്ട മുഹൂർത്തമാണത്. അത് കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി കേരളത്തിൽ ക്രിസ്ത്യാനികളെ ലക്ഷ്യപ്പെടുന്നത്. അതൊരു കെണിയോ കുരുക്കോ എല്ലാമാണ്. പക്ഷേ അതിൽ തലവയ്ക്കാൻ യാഥാർത്ഥ്യബോധമുള്ള ക്രിസ്ത്യൻ വിശ്വാസികൾ, ഇന്ത്യയെ സ്നേഹിക്കുന്ന മതവിശ്വാസികൾ, ക്രിസ്തുവിനെ അറിയുന്ന മതവിശ്വാസികൾ തയ്യാറാകില്ല, അതെനിക്ക് ഉറപ്പാണ്. തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരിക്കുമെന്ന് വി മുരളീധരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും CPIയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ സ്ഥാനാർത്ഥി തീരുമാനിക്കാൻ പോകുന്നേ ഉള്ളൂ. സുരേഷ് ഗോപി വരുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി ഉണ്ടോ? സുരേഷ് ഗോപി ആദ്യം വരികയല്ലല്ലോ. അവിടെ വന്നു, സഹജമായ രീതിയിൽ എടുക്കുകയാണെന്ന് പറഞ്ഞു. ജനങ്ങൾ പറഞ്ഞു തൃശ്ശൂർ എടുക്കാൻ പറ്റില്ല, വല്ല കടലാസ് കോട്ടയം ഉണ്ടെങ്കിൽ അതെടുത്തെന്ന് പറഞ്ഞു. പിന്നെ അസംബ്ലിയിലേക്ക് മത്സരിച്ചു. അപ്പോഴും തൃശ്ശൂർ പറഞ്ഞു ഇത് കേരളമാണ്, ഈ മണ്ണിൽ RSS രാഷ്ട്രീയത്തിൽ, BJP രാഷ്ട്രീയത്തിൽ, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിൽ ഇടമില്ല എന്ന് പറഞ്ഞു. അപ്പോഴും തോറ്റു. വീണ്ടും 3ാം തോൽവിയാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള സുരേഷ് ഗോപിക്ക് ആഗ്രഹമെങ്കിൽ അദ്ദേഹം വരട്ടെ, മത്സരിക്കട്ടെ. ആര് തന്നെ വന്നാലും ശരി തൃശ്ശൂർ സ്റ്റേറ്റിൽ LDF ജയിക്കും. നല്ല തിളങ്ങുന്ന വിജയം നേടും, ഉറപ്പാണത്. 19 സീറ്റിലായിരുന്നു കഴിഞ്ഞ തവണ UDFന് വിജയമുണ്ടായത്. ആലപ്പുഴയിൽ ആരിഫ് വിജയിച്ചു. പിന്നീട് മുന്നണി മാറ്റമൊക്കെ ഉണ്ടായപ്പോൾ ഒരു സീറ്റ് കൂടി വന്നു. അങ്ങ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളാണ് LDFന് പ്രതീക്ഷ? LDFൻ്റെ പ്രവർത്തകൻ, CPI സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് LDF രാഷ്ട്രീയത്തിൻ്റെ വിജയത്തിന് വേണ്ടി മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം കൂടി വിജയിക്കാൻ ലക്ഷ്യമാക്കുന്നത് BJPക്കെതിരായി എതിരായി എല്ലാ പേരും നിൽക്കുമെന്ന് ഉറപ്പാക്കാൻ, RSS രാഷ്ട്രീയത്തെ എല്ലാ കേരള MPമാരും ചെറുക്കുമെന്ന് ഉറപ്പാക്കാൻ 20 മണ്ഡലങ്ങളിലും LDF ജയിക്കണം എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി അങ്ങ് ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നതുമായി ബന്ധപ്പെട്ടാണ്, കാലത്തിന് ശേഷമുള്ളൊരു വരവാണ്. ഇപ്പോൾ വെളിയമാവട്ടെ, ചന്ദ്രപ്പനാകട്ടെ, അവർക്കൊക്കെയും LDFനുള്ളിൽ തന്നെ CPMനോട് എതിർപ്പുള്ള വിഷയങ്ങളുണ്ടായാൽ അവർ ശക്തിയുക്തം എതിർക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു, ശൈലി ഉണ്ടായിരുന്നു. പക്ഷേ കാനസഖാവിൻ്റെ കാലത്ത് വന്നൊരു ചെറിയൊരു അല്ലെങ്കിൽ ആരോപണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു അഭിപ്രായമെന്നോ നിലയിൽ വന്നത് അദ്ദേഹം ചിലതിൽ സമരസപ്പെട്ടു പോകുന്നു. എന്നാൽ അദ്ദേഹം ക്യാബിനറ്റിൽ പോയ ആളുകൾക്ക് കത്ത് കൊടുത്ത് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വന്ന അനുഭവങ്ങളുമുണ്ട്. എതിർക്കേണ്ടത് എതിർത്തിരുന്നു. പക്ഷേ പലപ്പോഴും ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം നേരിട്ടിരുന്നു. താങ്കളുടെ ഒരു ശൈലി എങ്ങനെയായിരിക്കും? നിങ്ങൾ നിരീക്ഷകന്മാരുടെ പ്രശ്നങ്ങളാണ്. LDFനോ CPIക്കോ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ സങ്കല്പിച്ച ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. വെളിയം ഭാർഗവൻ, ചന്ദ്രപ്പൻ, കാനം, പന്ന്യൻ രവീന്ദ്രൻ ഇവരെല്ലാം ഉയർത്തിപ്പിടിച്ചത് CPI രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ കാതലായ ഒന്നാണ് LDFൻ്റെ രാഷ്ട്രീയം. LDF രാഷ്ട്രീയം വിട്ട ഒരു CPI ഇല്ല. അതാണ് നിങ്ങളറിയാത്തതും ഞങ്ങൾക്കെല്ലാം അറിയാതെ. അത് വെളിയത്തിനും അറിയാം, ചന്ദ്രപ്പനും അറിയാം, രവിയേട്ടനും അറിയാം, കാനത്തിനും അറിയാം, എനിക്കും അറിയാം. നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അറിയാൻ ശ്രമിക്കുക. CPI മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കണം. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സത്യം എന്താ? ഞങ്ങൾ പറയും CPI ബന്ധമാണത്. ഞങ്ങൾ ഒരേ പൈതൃകത്തിൻ്റെ പിൻഗാമികളാണ്, ഒരേ ആശയത്തിൻ്റെ ഭടന്മാരാണ് ഞങ്ങൾ, ഒരേ ശരിക്ക് വീട് നിൽക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവാരാണ് എന്ന് CPIയുടെ ചോദ്യം ചോദിച്ചാൽ ഏതുറക്കത്തിലും എഴുതിയിട്ട് CPI പറയും CPM ആണെന്ന് പറയും. അതാണ് CPM ബന്ധം. അതിൻ്റെ കാരണങ്ങളുമുണ്ട്. രാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്നതിൽ, ഇന്നത്തെ വെല്ലുവിളികളെ കാണുന്നതിൽ, ഇന്ത്യ കടന്നു പോകുന്ന അവസ്ഥയെ മനസ്സിലാക്കി വ്യാഖ്യാനിക്കുന്നതിൽ എല്ലാം CPIക്കും CPMനും സമാനമായ കാഴ്ചപ്പാടുണ്ട്. LDFനെതിരായിട്ട് എപ്പോഴും പറയേണ്ട ഒരു പാർട്ടിയല്ല CPI. LDFൻ്റെ
നിങ്ങൾ അറിയേണ്ട കാര്യം അതാണ്. എത്രമാത്രം LDF CPM-ൻ്റേതാണോ അത്രമാത്രമോ അതിനേക്കാൾ കൂടുതലുമാണ് LDF CPI-യുടേത്. അങ്ങ് UAPA-യുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഈ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുകൾ അതിനെപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്താണ് അക്കാര്യത്തിൽ അങ്ങയുടെ ഒരു അഭിപ്രായം? ഒരു ഐഡിയോളജി അല്ലെങ്കിൽ രാഷ്ട്രീയ ആശയം എന്നർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവോയിസത്തെ അംഗീകരിക്കുന്നില്ല. മാവോയിസം പാളിപ്പോയ രാഷ്ട്രീയമാണ്. ഇതാദ്യമായി പറഞ്ഞ പാർട്ടി CPI ആണ്. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ മാവോയിസം എന്ന ആശയം ഒരാശയമായി പൊന്തി വന്ന തുടക്കത്തിലെ തന്നെ പരസ്യമായി മാവോയിസം മാർക്സിസമല്ല, മാർക്സിസത്തിൻ്റെ വികൃതമായ അനുകരണമാണെന്ന് പറഞ്ഞ പാർട്ടിയാണ് CPI. അതല്ല മാർക്സിസം. അത്രയും വ്യക്തതയുണ്ട് CPIക്ക്. ഞങ്ങളവരെ കാണുന്നത് വഴിതെറ്റിപ്പോയ സഹാക്കളായിട്ടാണ്. ഒരു തെറ്റായ വഴിയിലേക്ക് വഴിതെറ്റിപ്പോയ സഹാക്കളായിട്ട് കാണുകയാണ്. ഞങ്ങളവരെ വർഗവരിയായിട്ട് കാണുന്നില്ല. ആ വഴിതെറ്റിപ്പോയ സഹാക്കളോട് ഞങ്ങൾക്ക് ആശയ സംവാദമുണ്ട്, രാഷ്ട്രീയ വിയോജിപ്പുകളുണ്ട്. ഇന്നലെയുണ്ട്, ഇന്നുമുണ്ട്, നാളെയും ഉണ്ടാകാം. സാമൂഹ്യ മട്ടത്തെപ്പറ്റിയുള്ള വിപ്ലവത്തെപ്പറ്റിയുള്ള മാവോയിസ്റ്റ് സങ്കല്പങ്ങളൊന്നും ഇന്ത്യൻ സമൂഹത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ലോകത്തിൻ്റെയോ ഇന്നത്തെ സത്യങ്ങൾക്ക് നിരക്കുന്ന ഒന്നല്ല എന്നാണ് CPIയുടെ അഭിപ്രായം. ആ അർത്ഥത്തിൽ ഞങ്ങൾക്ക് മാവോയിസവുമായിട്ട് ഒരുപാട് എതിർപ്പുകളുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ, രാഷ്ട്രീയമായ വിയോജിപ്പിൻ്റെ പേരിൽ ഒരാശയത്തെ കായികമായി വെടിവെച്ച് കൊല്ലുന്നതിനോട് ഒരിക്കലും ഞങ്ങൾ ആസ് എ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോജിക്കുന്നില്ല. ഇതാണ് CPIക്കും CPM-നുള്ള നിലപാട്. മാവോയിസത്തെ പറ്റിയുള്ള ഈ നിലപാട് CPIക്ക് മാത്രമുള്ളതല്ല. UAPA ആകട്ടെ, ഈ മാവോയിസ്റ്റ് വേട്ടയെ പറ്റിയാകട്ടെ, ഞങ്ങൾക്കുള്ള അതേ കാഴ്ചപ്പാട് CPM-നുമുണ്ട്. ആശയ വിയോജിപ്പുകളെല്ലാം ഉണ്ടായിരിക്കാം. അതിൻ്റെ പേരിൽ വെടിവെച്ച് വീഴ്ത്തലല്ല രാഷ്ട്രീയ ഭാഷ ശരി. ഇതൊരു പുതിയ കാര്യമല്ല. ആ രാഷ്ട്രീയം ഇടതുപക്ഷം ഇന്ത്യയിലാകെ പൊതുവെ പറയുന്ന ഈ രാഷ്ട്രീയ ബോധ്യം, അതിനപ്പുറം ഒന്നും CPI പറയുന്നില്ല. നിങ്ങളത് പ്രതികരിക്കേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം പലപ്പോഴും ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അവരോട് ഒരു അനുഭാവപൂർണ്ണമായി സമീപകാലത്തൊക്കെയും ഒരു നിലപാട് വരുന്നുണ്ട്. മുസ്ലിം ലീഗിന് LDF-ൽ ഇടമുണ്ടോ? അതിപ്പോൾ അവരങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിൽ തന്നെയും അതിവിദൂര ഭാവിയിലെങ്കിലും മുസ്ലിം ലീഗ് LDF-ലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ടോ? അവർക്ക് അങ്ങനെ ഒരു ഇടമുണ്ടോ? മുസ്ലിം ലീഗ് വന്നില്ലെങ്കിൽ തന്നെയും LDF ശക്തമായി നിൽക്കും എന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ? ഈ ചർച്ച വളരെ പ്രിമച്ചുറാണ്. LDF എന്തോ അപകടത്തിലാണ്, രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒറ്റമൂലിയായിട്ട് ലീഗ് വേണം എന്ന ചിന്ത CPIക്കില്ല. പക്ഷെ ലീഗിന് പല പ്രശ്നങ്ങളുമുണ്ട് UDF-ൽ. ഏറ്റവും ഒടുവിൽ അയോധ്യ ക്ഷേത്രമടക്കം ലീഗ് UDF-ൽ ഞെരുക്കത്തിലാണ്. കോൺഗ്രസിൻ്റെ ഓരോ പ്രവൃത്തിയും അവരെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. അത് കാണാതിരിക്കണ്ട, ഞങ്ങളത് കാണുന്നുണ്ട്. പക്ഷെ ലീഗേ വാ എന്ന് പറഞ്ഞ് കരയാൻ ഞങ്ങളില്ല. ലീഗ് വന്നാലേ LDF രക്ഷപ്പെടുകയും ആ ചിന്ത ഞങ്ങൾക്കില്ല. LDF ഈസ് സ്ട്രോങ് ഇനഫ്. അത് നല്ല ഉറപ്പാണ് ഞങ്ങൾക്ക്. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ടല്ലോ, LDF-ൻ്റെ അകത്തേക്ക് ഏതെങ്കിലും പാർട്ടി വരുന്ന കാര്യം, അത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് പത്രമാധ്യമങ്ങളിങ്ങനെ ഏതെങ്കിലും ഊഹം പറഞ്ഞിട്ട് ഉണ്ടാകേണ്ട ഒന്നല്ല. അതിന് രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട്. ഈ ചർച്ച അനവസരത്തിലോ അല്ലെങ്കിൽ ആവേശം കൊണ്ടോ ആരെങ്കിലും എടുത്തു വയ്ക്കുക എന്താ ഉണ്ടാകുന്നത്? ലീഗ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ പല ഘട്ടങ്ങളിലും ലീഗ് പിറ്റേന്ന് കൂടി പറഞ്ഞു ഞങ്ങൾ UDF വിട്ട് അങ്ങോട്ട് പോകില്ല എന്ന്. അപ്പോൾ UDF-നകത്ത് ലീഗിനെ ഉറപ്പിച്ചു നിർത്തുന്ന രീതിയിലുള്ള ചർച്ചയായിട്ട് മാറുന്നുണ്ട്. അത് ആവേശം കൊണ്ടോ എന്തുകൊണ്ടാണെങ്കിൽ പോലും അതൊരു നേതാക്കളല്ലേ ശ്രദ്ധിക്കേണ്ടത്. അല്ല, ടാക്റ്റിക്കലായിട്ടുള്ള ശരിയാണെന്ന് നോക്കുക. അത് കണ്ട കാഴ്ചയതാണ്. ലീഗില്ലാതെ രക്ഷകളെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നു. ലീഗ് ഇപ്പോൾ വരുന്നു, ഒരു മാതിരി സ്പെക്കുലേഷൻ ഉണ്ടാക്കുന്നു. അത് കഴിയുമ്പോൾ ലീഗ് അവിടെ കൂടി പറയും ഞങ്ങൾ UDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നു. അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിയുള്ള രീതിയിലല്ലത് കൊണ്ടുപോകേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓപ്പണാണ്, തുറന്ന മനസ്സാണ് പാർട്ടിക്കുള്ളത്. പക്ഷെ നിലപാടുണ്ട്. ആ നിലപാട് ഇടതുപക്ഷ നിലപാടാണ്. അതിൻ്റെ കാതൽ LDF-നെ ശക്തിപ്പെടുത്തലാണ്. ആ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് പോകും. അതിനെല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി. സന്തോഷ് മണക്കാട്ടിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.
CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഞങ്ങളുടെ പ്രതിനിധി വി വിനോദുമായി സംസാരിക്കുകയായിരുന്നു. പല വിഷയത്തിൽ എന്താണ് CPIയുടെ നിലപാട് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ പുതുവർഷത്തെ വരവേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. 2024ലേക്കുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചെങ്കിലും എല്ലാ രാജ്യങ്ങളിലും പുതുവർഷം ഒരേ സമയമായിരിക്കില്ല. വലിയ പ്രതീക്ഷകളോടെയാണ് ലോകമെമ്പാടുമുള്ളവർ 2024നെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. 2024ലേക്കുള്ള കൗണ്ട് ഡൗൺ അവസാന ലാപ്പിലാണെങ്കിലും ഒരേ സമയം ലോകമൊന്നടങ്കം പുതുവർഷത്തിലേക്ക് നീങ്ങില്ല. ഭൂമിയുടെ സമയമേഖലയിലെ വ്യത്യാസം മൂലം ചില രാജ്യങ്ങൾ ഇന്ത്യയെക്കാളും വളരെ നേരത്തെയും ചില രാജ്യങ്ങൾ വളരെ വൈകിയും പുതുവത്സരം ആഘോഷിക്കും. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചാണ് എല്ലാ രാജ്യങ്ങളും ജനുവരി 1 പുതുവർഷാരംഭമായി കണക്കാക്കുന്നത്. ഓസിയാനിയാണ് ആദ്യം പുതുവത്സരം ആഘോഷിക്കുന്ന സ്ഥലം. ചെറിയ പസഫിക് ദ്വീപ് രാജ്യങ്ങളായ ടോങ്ക, സമോവ, കരീബത്തി എന്നിവയാണ് പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്യുന്ന രാജ്യങ്ങൾ. ഗ്രീൻവിച്ച് മീൻ ടൈം അനുസരിച്ച് ഡിസംബർ 31 ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് ഏകദേശം 3:30 തന്നെ ഇവിടെ അടുത്ത വർഷം എത്തും. അതിനുശേഷമാണ് മറ്റ് ലോകരാജ്യങ്ങൾ പുതുവത്സരം ആഘോഷിക്കുക. ന്യൂസിലൻഡാണ് ആദ്യം പുതുവർഷത്തെ വരവേൽക്കുന്ന രാജ്യം. ഏകദേശം ഇന്ത്യൻ സമയം വൈകിട്ട് 4 മണിയാകുമ്പോഴേക്കും ന്യൂസിലൻഡ് നഗരം പുതുവർഷത്തിലേക്ക് പ്രവേശിക്കും. തൊട്ടുപിന്നാലെ ഓസ്ട്രേലിയയിലും പുതുവർഷമെത്തും. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 ഓസ്ട്രേലിയ പുതുവർഷം ആഘോഷിക്കുക. ഇന്ത്യൻ സമയം രാത്രി 8:30 ജപ്പാൻ, സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ എന്നിവിടങ്ങളിൽ പുതുവർഷം തുടങ്ങിയിരിക്കും. ചൈന, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 9:30 പുതുവർഷമെത്തും. ഇവയ്ക്ക് പുറമെ ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലും ഇന്ത്യക്ക് മുന്നേ പുതുവർഷം ആഘോഷിക്കും. അങ്ങനെ ഓരോ ലോകരാജ്യങ്ങളും കടന്ന് അവസാനം പുതുവർഷം എത്തുന്നത് അമേരിക്കൻ ഐക്യനാടുകൾക്ക് സമീപമുള്ള ജനവാസമില്ലാത്ത ദ്വീപുകളായ ഫൗളൻഡിലും ബേക്കർ ഐലൻഡിലുമാണ്. നമ്മൾ ഇന്ത്യയിലിരുന്ന് പുതുവർഷം ആഘോഷിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ഇന്ത്യൻ സമയം ജനുവരി 1 വൈകുന്നേരം 5:30 മാത്രമേ ഇവിടെ പുതുവർഷമെത്തൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പുതുവർഷാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ച് പോലീസ്. രാത്രി 12 മണിക്ക് തന്നെ ആഘോഷ പരിപാടികൾ അവസാനിപ്പിക്കണം. നഗരത്തിലുടനീളം പ്രത്യേക വാഹന പരിശോധനകൾ ഉണ്ടാകും. DJ പാർട്ടികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് സിറ്റി പോലീസ് അറിയിച്ചു. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് മാത്രം 1500-ലധികം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. നൈറ്റ് ലൈഫ് കേന്ദ്രമായ മാനവീയം വീഥിയിൽ സാധാരണയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉറപ്പാക്കും. മുൻകൂട്ടി അനുമതി വാങ്ങിയാണ് ഹോട്ടലുകളും ക്ലബ്ബുകളും DJ പാർട്ടികൾ സംഘടിപ്പിക്കുന്നത്. ലഹരി ഉപയോഗം തടയുന്നതിനും പ്രത്യേക സംവിധാനം ക്രമീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. പുതുവത്സരത്തെ വരവേൽക്കാൻ സംസ്ഥാനവും ഒരുങ്ങിയിരിക്കുകയാണ്. കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്ക് നടുവിലാണ് തിരുവനന്തപുരത്തെ പോലെ തന്നെ കൊച്ചിയിലും ആഘോഷങ്ങൾ നടക്കുന്നത്. പ്രധാന ആകർഷണ കേന്ദ്രമായ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടും പരിസരവും പൂർണ്ണമായും പോലീസ് നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമായിരിക്കും. നഗരങ്ങളിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആഘോഷങ്ങൾ അതിർവിടാതിരിക്കാൻ നഗരത്തിലുടനീളം പോലീസ് പരിശോധനയും ഉണ്ടാകും. ഇടവേള. ആഗ്രഹം സഫലമാകും. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും അടുത്ത 4 ദിവസം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. വരും ദിവസങ്ങളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാനാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനുവരി 3 വരെ സംസ്ഥാനത്ത് മഴ പെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. KPCC അധ്യക്ഷൻ K. സുധാകരൻ ഇന്ന് ന്യൂയോർക്കിലേക്ക് പുറപ്പെടും. 2 ആഴ്ച നീളുന്ന വിദഗ്ധ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായാണ് K. സുധാകരൻ ന്യൂയോർക്കിലേക്ക് പോകുന്നത്. സുധാകരന്റെ അഭാവത്തിൽ പകരം ചുമതല ആർക്കും കൈമാറിയിട്ടില്ല. നേതൃത്വം കൂട്ടായി നയിക്കാനാണ് KPCC യോഗത്തിലെ തീരുമാനമുണ്ടായത്. അതേസമയം KPCC അധ്യക്ഷൻ നയിക്കുന്ന കേരള പര്യടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. തൃശൂർ കുതിരാനിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കോട്ടയം സ്വദേശി ചെറിയാനാണ് മരിച്ചത്. 5 പേർക്ക് പരിക്കേറ്റു. കുതിരാൻ പാലത്തിന്റെ മുകളിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത്. ബംഗളൂരുവിൽ നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ ലോറിക്ക് മുന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു.
കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച നവകേരള സദസ്സിന്റെ 4 മണ്ഡലങ്ങളിലെ പര്യടനം നാളെയും മറ്റന്നാളും നടക്കും. എറണാകുളം ജില്ലയിലെ തൃക്കാക്കര, പിറവം, തൃപ്പൂണിത്തറ, കുന്നത്തുനാട് മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് നടക്കുക. നാളെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് തൃക്കാക്കര മണ്ഡലത്തിലും 5 മണിക്ക് പിറവം മണ്ഡലത്തിലും സദസ്സ് നടക്കും. മറ്റന്നാളാണ് തൃപ്പൂണിത്തുറയിലും കുന്നത്തുനാടും സദസ്സ് നടക്കുക. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി